സിഡ്നി ഏകദിനത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് ആശ്വാസ ജയം. 9 വിക്കറ്റിനാണ് ഇന്ത്യ ഓസീസിനെ തോൽപ്പിച്ചത്. രോഹിത്തിന്റെയും കോഹ്ലിയുടെയും കരുത്തിലാണ് ഇന്ത്യയുടെ ജയം. രോഹിത് ശർമ്മയാണ് കളിയിലെയും പരമ്പരയിലെയും താരം. പരമ്പര തൂത്തുവാരാൻ ഇറങ്ങിയ ഓസീസിന് മുന്നിൽ വൻമതിൽ തീർത്ത് റോക്കോ. സിഡ്നിയിൽ ഓസ്ട്രേലിയക്കെതിരെ 237 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യ 69 പന്തുകൾ ശേഷിക്കെ ലക്ഷ്യം മറികടന്നു. തുടക്കം മുതൽ ഓസീസ് ബോളർമാരെ പ്രഹരിച്ചാണ് ഇന്ത്യ ബാറ്റ് ചെയ്തത്. സ്കോർ 69-ൽ നിൽക്കെ നായകൻ ഗില്ലിനെ നഷ്ടമായെങ്കിലും രോഹിത്തും കോഹ്ലിയും ഒരുമിച്ചതോടെ റൺസ് അതിവേഗം ചലിച്ചു. 121 റൺസ് നേടിയ രോഹിത് കുറിച്ചത് കരിയറിലെ 50ാമത്തെ സെഞ്ചുറി. 13 ഫോറും 3 സിക്സും അടങ്ങിയ മനോഹര ഇന്നിംഗ്സ്. ആദ്യ 2 മത്സരങ്ങളിലും നിരാശപ്പെടുത്തിയ കോഹ്ലി 81 പന്തിൽ 74 റൺസും നേടി. സിഡ്നിയിൽ ഒരു പിടി റെക്കോർഡുകളും രോഹിത്തും കോഹ്ലിയും സ്വന്തമാക്കി. ഏകദിന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന 2ാമത്തെ താരമായി കോഹ്ലി. പരിമിത ഓവർ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന റെക്കോർഡും സ്വന്തം പേരിലാക്കി. ഓസ്ട്രേലിയക്കെതിരെ 10 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ഓപ്പണർ എന്ന നേട്ടത്തിനൊപ്പം ജയിച്ച മത്സരങ്ങളിൽ 8000 റൺസ് എന്ന നാഴികക്കല്ലും രോഹിത് പിന്നിട്ടു. ഏകദിനത്തിൽ ചേസിംഗിൽ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറി എന്ന സച്ചിന്റെ റെക്കോർഡാണ് കോഹ്ലി മറികടന്നത്. ചേസ് ചെയ്ത് ജയിച്ച മത്സരങ്ങളിൽ 6000 റൺസും കോഹ്ലി നേടി. ടോസ് നേടി ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ഓസ്ട്രേലിയയെ 236 റൺസിന് ഇന്ത്യൻ ബോളർമാർ എറിഞ്ഞൊതുക്കുകയായിരുന്നു. ഓസീസിനായി മാറ്റ് റൺഷോ അർദ്ധ സെഞ്ചുറി നേടി. ഹർഷിത് റാണ 4ഉം വാഷിംഗ്ടൺ സുന്ദർ 2ഉം വിക്കറ്റുകൾ വീഴ്ത്തി. രോഹിത് ശർമ്മയാണ് കളിയിലെയും പരമ്പരയിലെയും താരം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.